മുംബൈ ഘാട്ട്കോപ്പറിലുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മാംസാഹാരത്തെ ചൊല്ലി സംഘർഷം. കെട്ടിടത്തിൽ താമസിക്കുന്ന ഗുജറാത്തികളും മറാഠികളും തമ്മിലാണ് തർക്കം. മാംസം പാചകം ചെയ്യുന്നതിനാൽ മറാഠികൾ വൃത്തികെട്ടവരാണെന്ന് ആക്ഷേപിച്ചെന്നാണ് ആരോപണം. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മറാഠികളും ഗുജറാത്തികളും അവിടെ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും ആയിരിക്കില്ലേ? ഇപ്പോഴാണോ അവർക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടായത്? ഈ മാംസാഹാരം പാചകം ചെയ്യുന്നവർ വൃത്തികെട്ടവരാണ് എന്നൊരു ബോധ്യമുണ്ടായതും അത്തരത്തിൽ ആരോപണം നടത്തി? എന്തായിരുന്നു ശരിക്കും സംഭവം? കൃഷിനെ പൊതുവെ ഗുജറാത്തിൽ നിന്ന് ഇവിടെ എത്തിയ ആളുകൾ പലരും ഞാൻ ശ്രദ്ധിച്ചത് അവരൊക്കെ തന്നെ സസ്യാഹാര പ്രിയരാണ്. അവരങ്ങനെ മാംസം കഴിക്കാറില്ല. മാത്രമല്ല ഇവർ കൂടുതലായുള്ള മേഖലകളിൽ മാംസം കിട്ടാനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ഈ മറ്റ് സമുദായക്കാരുമായൊക്കെ ചേർന്ന് താമസിക്കുന്ന ഘട്ടങ്ങളിൽ ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ദിവസം അത് കുറച്ച് രൂക്ഷമായി മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഘാട്ട്കോപ്പറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ റെസിഡൻഷ്യൽ സൊസൈറ്റികളിൽ ഗുജറാത്തികളെ പോലെ തന്നെ മറാഠികളും താമസിക്കുന്നുണ്ട്. മറാഠികൾ പൊതുവെ മാംസാഹാരം കഴിക്കുന്ന മത്സ്യം നല്ലവണ്ണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ വീടുകളിൽ മത്സ്യവും മാംസവും ഒക്കെ ഉണ്ടാക്കുന്ന ഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് ഈ ഗുജറാത്തി സമൂഹത്തെ പ്രകോപിപ്പിച്ചത്. അവർ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്നാവശ്യപ്പെട്ടതായാണ് ആക്ഷേപം. മാത്രമല്ല ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നവരെ അധിക്ഷേപിച്ചു, അവർ വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞു എന്നതാണ് ആരോപണം ഉയർന്നത്. പിന്നാലെ തന്നെ MNS പ്രവർത്തകർ, രാജ് താക്കറെയുടെ MNS പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മറാഠികൾക്ക് വേണ്ടി അവരുടെ ഒരു ആ തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയും മറാഠി സംസാരിക്കാത്ത ആളുകളെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ MNS പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടിയ ഒരു അവസരമായി ഈ സംഭവം മാറുകയും ചെയ്തു. അങ്ങനെയാണ് അവർ സംഘടിച്ചെത്തുകയും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തത്. പിന്നീട് പോലീസ് എത്തി ഇരു വിഭാഗങ്ങളെ പിരിച്ചുവിട്ടു. ഇരു വിഭാഗത്തിനുമുള്ള പരാതി എഴുതി വാങ്ങിയാണ് ആളുകളെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. നിലവിൽ അവിടെ ഒരു സംഘർഷം തൽക്കാലം ഇല്ല. കൃഷ്ണ, ശരി, അത്തരത്തിലൊരു തർക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, വിയോജിപ്പുണ്ട്. പക്ഷേ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോയിട്ടില്ല. വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാംസാഹാരം കഴിക്കുന്നത്, അത് പാചകം ചെയ്യുമ്പോഴുള്ള മണം അത് അവർക്ക് സഹിക്കാനാകുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ചെറിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നത്. വലിയ സംഘർഷത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.